നമസ്കാരം, റിയാസാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അൺബോക്സിങ് പ്ലസ് ആ ഒരു മെഷീൻ അഴിക്കുന്ന ഒരു വീഡിയോ കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇത്തവണ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രിൽ മെഷീനാണ്. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒരു ഡ്രിൽ മെഷീനാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് അൺബോക്സിങ് മാത്രമല്ല, ഈ ഡ്രിൽ അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുന്ന ഒരു ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. അതെന്തായാലും നമ്മളിപ്പോൾ തന്നെ ഇത് ചെയ്യുന്നുണ്ട്, അഴിക്കുന്നുണ്ട്. പിന്നീടത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ഡ്രില്ല് വരുന്നത്. ഒരു നോർമൽ ഒരു പാക്കേജിലാണ് നമുക്ക് ഈ ഡ്രില്ല് വരുന്നത്. ഞാനിത് ഒരു തവണ പൊട്ടിച്ചതാണ് കേട്ടോ, കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കാനായിട്ട് പൊട്ടിച്ചതാണ്. ഇപ്പോൾ പൊട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇതിൽ പവർ വരുന്നത് 550 വാട്ട്സാണ് പവർ വരുന്നത്. 2900 ഇതിൻ്റെ RPM വരുന്നത്. BPM അതായത് ബീറ്റ്സ് പെർ മിനിറ്റ്. ഇത് ഹാർമറിങ് ഉള്ള ഡ്രില്ലാണ്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, ബീറ്റ് ചെയ്യുന്ന ഒരു അളവെന്ന് പറഞ്ഞാൽ 46,400 ബീറ്റാണ് പെർ മിനിറ്റിൽ ചെയ്യുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 mm ആണ് കപ്പാസിറ്റി വരുന്നത്. സ്വിച്ച് ലോക്കൊക്കെ ഉണ്ട്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് അഴിക്കുമ്പോഴും കാണിച്ചു തരാം. പവർഫുൾ 550 മോട്ടോർ ഹാർമറിൽ ഉള്ളതാണ്. നമുക്ക് സ്വിച്ച് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് 1 ഇയർ നമുക്ക് ഹോം യൂസ് ഗ്യാരണ്ടിയാണ് വരുന്നത്. നമുക്കിതിൻ്റെ MRP വരുന്നത് 3366 MRP വരുന്നത്. സത്യത്തിൽ ഇത് എനിക്ക് കിട്ടിയത് 1200 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. നമുക്കിത് ഡ്രില്ല് പുറത്തെടുക്കാം. തുറന്നു കഴിഞ്ഞാൽ ഡ്രിൽ മെഷീൻ പ്ലസ് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ബോക്സ് നമുക്ക് തൽക്കാലം ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇതിൽ പേപ്പേഴ്സ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഓതറൈസർ സർവീസ് സെൻറ്റർ ലിസ്റ്റാണ് വരുന്നത്. വെസ്റ്റേൺ റീജിയൻ, സൗത്തേൺ റീജിയൻ, ഇതിൽ നമ്മുടെ കേരളവും ഉണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലൊക്കെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. നോർത്തേൺ സദേണിലാണ് കേരളത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ, കണ്ണൂർ, പത്തിരിപ്പാൽ, തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂരൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് കേരളത്തിലെ ലിസ്റ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഇത് സർവീസ് സെൻറ്റർ ലൊക്കേറ്ററാണ്, ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റാണിത്. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ ഓണേഴ്സ് മാനുവലാണ് വരുന്നത്. ഇതിൽ ചക്കിൽ കീയിടുന്ന ഒക്കെയാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെന്തായാലും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ ഒരു ഡ്രിൽ മെഷീൻ, ഇതിൽ കീ ഒന്നും ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു കീ മാത്രമേ ഉള്ളൂ, ബിറ്റൊന്നും അവൈലബിൾ അല്ല. ഈ കീ ഞാൻ ഇവിടെ ലോക്ക് ചെയ്തതാണ് കേട്ടോ. കാരണം കീ പോകുന്നത് ഡ്രില്ലിൻ്റെ മെയിൻ പ്രശ്നമാണത്. പിന്നെ നമ്മൾ കീ വാങ്ങാൻ നടക്കണം. അപ്പോൾ ഇത് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ആദ്യം അഴിച്ചപ്പോൾ അൺബോക്സിങ്ങിന് മുമ്പായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ഇതിപ്പോൾ ഇവിടെ നിന്ന് കീ എടുത്ത് കഴിഞ്ഞാൽ കീ എന്തായാലും പോവില്ല, ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഡ്രിൽ മെഷീൻ വരുന്നത്. നോർമൽ ചക്കാണ്, കീലെസ് അല്ല, കീയുള്ള ചക്കാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇത് വരുന്നത് ഹാർമറിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഹാർമറിങ് ഓണായി, ഇതിങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഹാർമറിങ് ഓഫായി. ഇത് വരുന്നത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ വരുന്നത്. ഇത് റിവേഴ്സും ഫോർവേഡും. പിന്നെ കീ ഓൺ ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. കീ ലോക്ക് ചെയ്യുന്ന സ്വിച്ചാണിത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. ജസ്റ്റ് ഫുൾ ത്രോട്ടിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞിട്ട് പറയാൻ മതി. ഫുൾ ത്രോട്ടിലാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഫോർവേഡ് ഡയറക്ഷനാണ്. അത് നമുക്കിപ്പോൾ കറങ്ങുന്നത്
ഇപ്പോൾ കറങ്ങുന്നത് കണ്ടാൽ അറിയാം, ഫോർവേഡ് ഡയറക്ഷനാണ്. ഇതിൽ തന്നെ ഈ സ്വിച്ച് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ റിവേഴ്സ് ഡയറക്ഷനാവും. ഇനി നമുക്ക് ഈ സ്വിച്ചിൽ തന്നെയുള്ള റെഗുലേറ്റർ ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് ഫുൾ സ്പീഡാണ് ഇപ്പോൾ കറങ്ങുന്നത്. നമുക്ക് ഫുള്ള് റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്പീഡാകെ വരുന്നുള്ളൂ. എങ്ങനെ പിടിച്ചാലും ഇതിൻ്റെ സിമ്പിൾ മെക്കാനിസമാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രിഗർ യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടാൽ അറിയാം, കണ്ടോ? ഇനി ട്രിഗർ ഒന്ന് ലാസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അപ്പോൾ അങ്ങനത്തെ ഒരു സിമ്പിൾ മെക്കാനിസമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളിത് അഴിച്ചും കൂടി നോക്കാൻ പോവുകയാണ്. ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്നൊക്കെയുള്ള സാധാരണക്കാരന് കാണാൻ വേണ്ടിയിട്ട് അഴിച്ച് നോക്കാൻ പോകും. അപ്പോൾ ഈ ഒരു ടൂളാണ് നമ്മളിത് അഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു ഫിലിപ്പ് ഹെഡ് സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാർ ഹെഡ് എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ ഫിലിപ്സ് എന്നേ പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1 2 3 4 പറഞ്ഞില്ല 4. ഇനി ജസ്റ്റ് നമ്മളിത് അഴിച്ച് നോക്കുകയാണ്. ഒരു വിധം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അഴിച്ച സ്ഥിതിക്ക് നമ്മൾ ഇവിടെ ഗ്രീസ് ഇട്ടിട്ടാണ് രണ്ടാമത് ഇത് അസംബ്ലി ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാർട്ട് കൂടി ഒന്ന് മാറ്റി വെക്കാം. ഇതാണ് ഒരു ഡ്രിൽ മെഷീൻ്റെ മെയിനായിട്ടുള്ള പാർട്ടായിട്ടുള്ള മോട്ടോർ വരുന്നത്. ഈ മോട്ടോറാണ് നമുക്ക് ഇതിലോട്ട് ഇത് ചക്ക് വർക്ക് ചെയ്യണതിനുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മോട്ടോറാണ്. ഇതാണ് നമുക്ക് ഹാർമറിങ്ങിൻ്റെ സ്വിച്ച് വരുന്നത്. ഇതാണ് ഹാർമറിങ് സെലക്ട് ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഈ ഒരു സ്വിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വരുന്ന റെഗുലേറ്റർ സ്വിച്ച് ഇതാണ്. റെഗുലേറ്റർ അടക്കമുള്ള സ്വിച്ച് ഇതാണ്. ഇത് ജസ്റ്റ് ഒരു ഇതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെടുത്തുന്നത്. അല്ലാതെ കപ്പാസിറ്ററും കാര്യങ്ങളൊന്നും വെച്ചിട്ട് റെസിസ്റ്ററൊന്നും വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടൊന്നുമല്ല. എന്താ പറയുക, ക്രിട്ടിക്കലായിട്ടൊരു ഇലക്ട്രോണിക് സർക്യൂട്ടൊന്നുമില്ല. ഇതിൻ്റെ റൊട്ടേഷൻ വ്യത്യാസപ്പെടുത്തുന്നത്, വലത്തോട്ടും ഇടത്തോട്ടും റൊട്ടേഷൻ വ്യത്യാസപ്പെടുത്തുന്ന സ്വിച്ച് വരുന്നത് ഇതാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ കാർബൺ ബ്രഷ് വരുന്നത് ഇത് മോട്ടോറാണെങ്കിലും ഈ മോട്ടോറിൻ്റെ തിരിയുന്ന ഈ പാർട്ടിൻ്റെ പേരാണ് കമ്മ്യൂട്ടേറ്റർ എന്നാണ് ഈ ഭാഗത്തെ മാത്രം പറയാം. ഇതിന് മൊത്തത്തിൽ പറയുന്നത് ആർമേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആർമേച്ചറിലോട്ട് സപ്ലൈ കൊടുക്കുന്നത് കാർബൺ ബ്രഷ് മുഖേനയാണ് കൊടുക്കുന്നത്. ആ കാർബൺ ബ്രഷാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, ഈ കാണുന്നത് ആ കാർബൺ ബ്രഷാണ്. ഈ കാർബൺ ബ്രഷ് മാറിയാലൊക്കെ മാറ്റിയിടാനൊക്കെ സുഖമാണ്. ജസ്റ്റ് ഇതൊന്ന് പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിടാവുന്നതുള്ളൂ. നമ്മൾ കുറച്ച് ഗ്രീസ് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഇതിൻ്റെ ഗിയർ വീലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ച് അടയ്ക്കാം. ഇപ്പോൾ ഇത്രയുള്ള ഒരു ഡ്രില്ലിൻ്റെ ഉൾഭാഗം കാണിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ പൊസിഷനും നോക്കണം, പിന്നെ ഈ പൊസിഷനും നോക്കണം. അത്രയും ഓരോ അറ്റത്തെ പൊസിഷൻ നോക്കിയാൽ മതി, സ്ക്രൂവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി. എന്നിട്ട് നേരെ കയറി സ്ക്രൂ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് പതുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ജോയിൻസ് ഒക്കെ ഒന്ന് നോക്കണം. ജോയിൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പ്രസ് ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കണം. ഈ ലോക്ക് വീണുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് സ്ക്രൂ ഇട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് കുട്ടികളാരും അനുകരിക്കരുത്. വീട്ടിലുള്ള ഡ്രില്ലോ മറ്റുള്ള മെഷീൻസോ ഒന്നും അഴിക്കാൻ ശ്രമിക്കരുത്.
ഇതെല്ലാം നമ്മളിത് ചെയ്യുന്നതിൻ്റെയും അറിയുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഇത് ചെയ്തത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ഇടാൻ മറക്കരുത്. അടുത്തെന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് തന്നെ നിങ്ങൾക്കത് ഇടാം. മാത്രമല്ല കുട്ടികളാരെങ്കിലും ഇതുമാതിരിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെയുള്ള ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയുടെ ഇറ്റ്സ് മീ റിയാസ്.